ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അന്നേരം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സൺഡേയിലെ വീഡിയോ ആണ് കേട്ടോ. അന്നേരം നമ്മുടെ സൺഡേ നമുക്ക് കുറച്ച് വിരുന്നുകാരൊക്കെ ഉണ്ടായിരുന്നു. അന്നേരം അവർക്ക് വേണ്ടി ഉണ്ടാക്കിയ സ്പെഷ്യലൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ. 2 ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇവിടെ ഭയങ്കര മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വെള്ളം പൊങ്ങാനൊക്കെ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. അന്നേരം നമ്മൾ സൺഡേ എടുത്ത് വെച്ച വീഡിയോ ആണ്. ഇവിടെ കറണ്ടൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് 2 ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടാഞ്ഞ കേട്ടോ. അന്നേരം നമ്മൾ ബീഫാണ് വാങ്ങിച്ചിരിക്കുന്നത്. ബീഫൊക്കെ ഞുറുക്കി അതിനകത്തേക്ക് മസാലകളെല്ലാം പുരട്ടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം നമുക്ക് ബീഫ് കറി വെക്കണം. പിന്നെ നമുക്ക് കുറച്ച് കപ്പയുണ്ട്, അത് കുഴയ്ക്കണം. കുറച്ച് മീനുണ്ട്, അത് വെട്ടണം. അങ്ങനെ കുറച്ച് ജോലികളൊക്കെ ഉണ്ട് കേട്ടോ. അന്നേരം ഇന്ന് നല്ല തിരക്കുള്ള ഒരു ദിവസമായിരുന്നു. ഒറ്റയ്ക്ക് നമ്മൾ എല്ലാം കൂടെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര വെപ്രാളമാണല്ലേ, സമയത്ത് അതാകുമോ എന്ന്. അന്നേരം നമ്മൾ എല്ലാ കാര്യങ്ങളും അതിൻ്റെ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഓർഡർ അനുസരിച്ച് തന്നെ ആകും കേട്ടോ. ഞാൻ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ പേസ്റ്റാക്കി, എന്നിട്ട് സവാളയൊക്കെ അരിഞ്ഞ് അതിനകത്തേക്ക് പച്ചത്തക്കാളിയൊക്കെ ഇട്ടിട്ട് വാടാനായിട്ട് ഗ്യാസേ വെച്ചിട്ടുണ്ട് കേട്ടോ. ആ വാടുന്ന സമയത്ത് തന്നെ നമുക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാനൊന്ന് കഴുകി വയ്ക്കുകയാണ്. അന്നേരം ഈ വാടി വരുമ്പോഴത്തേനും നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി. അതിനകത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ പച്ചത്തക്കാളിയോട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അന്നേരം പച്ചത്തക്കാളി ഇട്ട് നിങ്ങൾ ബീഫ് കറി വെച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം, സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അതുകൂടെ വാടി വരുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ അടുക്കളയൊക്കെ ഒന്ന് തൂത്തുവാരാം. അന്നേരം ഒരു ജോലി ചെയ്യുമ്പം തന്നെ പല ജോലി ചെയ്യാനുള്ള ഒരു കഴിവ് നമ്മൾ വീട്ടമ്മമാർക്കുണ്ടല്ലേ. അന്നേരം ഞാൻ എല്ലാം കൂടാണ് ചെയ്യുന്നത് കേട്ടോ. എല്ലാം കൂടെ മീൻസ് നമുക്ക് അത് വാടി വരുന്ന സമയത്ത് ഞാൻ അതിൻ്റെ ചിക്കനൊക്കെ അവിടെ പുരട്ടി വെച്ചിട്ടുണ്ടല്ലോ. അന്നേരം കുറച്ച് കറിവേപ്പിലയൊക്കെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ഞാൻ കഴുകി എടുത്ത് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കുകയാണ്. ഇനി നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അന്നേരം ഞാനിത് പുരട്ടി വെക്കാൻ നേരം കുറച്ച് ബീഫ് മസാലയും പിന്നെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടാണ് പുരട്ടി വെച്ചിരിക്കുന്നത്, ഉപ്പും ഇട്ട്. അന്നേരം ഇപ്പം നമ്മൾ കുറച്ച് ഗരം മസാല പിന്നെ മല്ലിപ്പൊടി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഇപ്പം നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കുക. പൊടികളെല്ലാം പച്ചമണം മാറുന്നിടം വരെ നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പുരട്ടി വെച്ചിരിക്കുന്ന ബീഫ് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ഈ പൊടികളും നമ്മുടെ സവാളയൊക്കെ വഴറ്റിയതും കൂടെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അന്നേരം നമ്മൾ മിക്സിക്കകത്താണ് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുത്ത കേട്ടോ. അന്നേരം ആ മിക്സിക്കകത്തോട്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് ബീഫ് കറിയാണ് വെക്കുന്നത് കേട്ടോ. ബീഫ് കറിയും നമ്മൾ കപ്പ വേവിച്ചതും കൂടാണ് നമ്മുടെ സ്പെഷ്യൽ. അതിനകത്തേക്ക് നമ്മൾ തേങ്ങാക്കൊത്ത് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ചിക്കൻ കറി ബീഫ് കറിയൊക്കെ വെക്കുമ്പോൾ തേങ്ങ നല്ലവണ്ണം മൂപ്പിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ ഈ കടിക്കുന്ന സമയത്ത് തേങ്ങാക്കൊത്തൊക്കെ കടിക്കുന്ന കേട്ടോ, കഴിക്കുന്ന സമയത്ത് തേങ്ങാക്കൊത്ത് കടിക്കുന്നത്. അന്നേരം ഞാൻ എങ്ങനെ എല്ലാ ഇറച്ചിക്കും നമ്മുടെ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാറുണ്ട്. നമ്മൾ ബീഫ് വെന്ത് കഴിഞ്ഞല്ല വെച്ചിരിക്കുന്നത്, എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്നിച്ചങ്ങ് വെച്ച് കൊടുക്കുമായിരുന്നു അല്ലേ. അന്നേരം നമ്മുടെ അടുപ്പൊക്കെ തേണ്ട നല്ലതായിട്ട് കത്തിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ അടുപ്പയിലോട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അന്നേരം നമ്മുടെ വിറകടുപ്പയിലിരുന്ന് വേകുന്ന ബീഫിന് ഒരു പ്രത്യേക ടേസ്റ്റാണല്ലേ. മീൻ കറിയും ബീഫും ചിക്കനും ഒക്കെ വിറകടുപ്പയിലിരുന്ന് വെന്ത് വരുമ്പം അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അന്നേരം നമ്മുടെ വിറക് അടുപ്പൊക്കെ കത്തിച്ച് ബീഫൊക്കെ വെച്ച് കൊടുത്ത് ഇത് കണ്ടോ, പരലും പള്ളത്തിയും കൂടെ ഉള്ള മീനാണ് കേട്ടോ. ഇത് നമുക്ക് ഒരാൾ തന്നതാണ്, ഇത് വലയിട്ടവരാണ് കേട്ടോ. അന്നേരം ഞാനതിൻ്റെ കുറച്ചേ എടുക്കുന്നുള്ളൂ വറക്കാൻ വേണ്ടി. ഇനിയിപ്പം ആ ബീഫൊക്കെ അവിടെ ഇരുന്ന് വേകുന്ന സമയത്ത് നമുക്ക് കുറച്ച് കപ്പ എടുക്കണം. അന്നേരം ഞാൻ നല്ല കപ്പയാണ്, അന്നേരം ഇതിന് ഒരുപാട് മണ്ണുണ്ട് ഈ കപ്പയ്ക്കകത്ത് കേട്ടോ. അന്നേരം ഞാനിതൊന്ന് പൊളിച്ച് കൊത്തിയൊക്കെ എടുത്ത് വേവിക്കാൻ വേണ്ടി വെക്കാൻ പോവാണ്.
കപ്പയൊക്കെ നല്ലവണ്ണം പൊളിച്ച് കൊത്തിയെടുത്തിട്ട് അതൊന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ. കുറേ പ്രാവശ്യം ഞാൻ കഴുകി നമ്മുടെ ഊട്ടപാത്രത്തിലോട്ട് വെക്കും. കാരണം ഈ കപ്പയുടെ മുകളിൽ ഭയങ്കര മണ്ണാണല്ലോ. അന്നേരം നമുക്ക് കപ്പയ്ക്കകത്ത് എപ്പോഴും മണ്ണ് കടിക്കാറുണ്ട് അല്ലേ. അന്നേരം നല്ലവണ്ണം കഴുകി വേണം ഇത് വാലയ്ക്ക് വെച്ചിട്ടാണ് ഞാൻ പിന്നെ അത് വേവിക്കാൻ വേണ്ടി വെക്കുന്നത് കേട്ടോ. അന്നേരം നമ്മുടെ ബീഫ് കറിയൊക്കെ തൻ്റെ അടുപ്പയിലിരുന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് വേവുണ്ട് കേട്ടോ. അന്നേരം ഒത്തിരി എളുപ്പം ബീഫും അല്ല, എന്നാൽ ഒത്തിരി മൂത്തതും അല്ല, ആ ടൈപ്പാണ്. അന്നേരം നമ്മുടെ കപ്പയൊക്കെ തണ്ട് വേകാനായിട്ട് ഞാൻ ഗ്യാസിലോട്ട് വെച്ച് കൊടുത്തു. ചെറുതായിട്ട് കൊത്തിയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ ബീഫ് എന്തുവായെന്നൊന്ന് നോക്കട്ടെ കേട്ടോ. അന്നേരം നമ്മുടെ ബീഫൊക്കെ തണ്ട് നല്ലവണ്ണം തിളച്ച് ഇരിക്കുകയാണ്. ഞാൻ തുണിയൊന്നും ഇല്ലാതാണ് ആ പാത്രം മാറ്റുന്നത് കേട്ടോ. എൻ്റെ കൈയൊക്കെ ഒന്ന് പൊള്ളി. അന്നേരം ഞാനതൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് നോക്കുകയാണ് വെന്തോന്ന്. ഇനിയിപ്പം നമുക്കിതിനകത്തേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതും പിന്നെ കുറച്ച് ഗരം മസാലയും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കിയിട്ട് പിന്നെ അടച്ച് വെക്കുകയാണ് കേട്ടോ. ഇനി കുറച്ച് ഇവിടെ വറ്റി വരുമ്പോഴത്തേന് നമുക്കിത് താളിച്ചുകൂടെ എടുക്കാം. അന്നേരം നമുക്ക് നല്ല ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഇനി കപ്പയൂടെ നമുക്ക് റെഡിയാക്കണം കേട്ടോ. അന്നേരം അടുപ്പിലൊക്കെ ഇരുന്ന് ഇങ്ങനെ വറ്റി വരുവാണ്. ഒരുപാടങ്ങ് കുറുക്കിയെടുക്കുന്നില്ല. ഇച്ചിരി ഗ്രേവിയോട് കൂടിയ ബീഫ് കറിയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ കപ്പ വെന്തിട്ടുണ്ട്. അത് നമ്മുടെ ഊട്ടപാത്രത്തിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. വെന്ത് കഴിഞ്ഞ് അതിനകത്തേക്ക് ഇട്ടിട്ട് വെള്ളം തോരാൻ വേണ്ടിയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഞാനിങ്ങനെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കത്തേ ഉള്ളൂ, അല്ലാതെ ഊറ്റിയിടത്തില്ല കേട്ടോ. ഇനിയിപ്പോൾ അതിന് വേണ്ട അരപ്പൊക്കെ നമുക്കൊന്ന് റെഡിയാക്കണം. കപ്പ ഞാൻ കുഴച്ചാണ് എടുക്കുന്നത് കേട്ടോ. കണ്ടോ, അത് അവിടെ ഇരിപ്പുണ്ട്. ഇങ്ങനെ നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡിയായി വറ്റി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതും അങ്ങ് മാറ്റുവാണ് കേട്ടോ. അന്നേരം ഈ കപ്പയ്ക്ക് വേണ്ട അരപ്പ് തേങ്ങ, ജീരകം, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, പച്ചമുളക് ഇത്രയും എടുത്തു. എന്നിട്ട് കപ്പയ്ക്കകത്തോക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കുകയാണ് ഈ അരപ്പ് കേട്ടോ. ഇതൊന്ന് ആവി വന്നിട്ട് വേണം നമുക്ക് കടുകൂടെ താളിച്ചിട്ട് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കണം. അന്നേരം കഴിഞ്ഞ ദിവസം ആരോ എന്നോട് ചോദിച്ചായിരുന്നു എനിക്ക് ഇടത്ത് കൈയാണോ വശമെന്ന്. ഞാൻ ഇടത്ത് കൈ കൊണ്ടല്ല കേട്ടോ, വലത് കൈ കൊണ്ടാണ് ജോലികളെല്ലാം ചെയ്യുന്നത്. നമ്മുടെ വീഡിയോയ്ക്കകത്ത് ഇടത് കൈയാണ് കാണിക്കുന്നത് അല്ലേ. ശരിയാണ്, ഞാനും ഇപ്പോൾ ശ്രദ്ധിച്ചു കേട്ടോ. എൻ്റെ വലത് കൈയാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഇതിനകത്ത് ഇടത് കൈയാണ് കാണിക്കുന്നത് അല്ലേ. അന്നേരം നമ്മുടെ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് അങ്ങനെ വരത്തുള്ളൂ കേട്ടോ. എനിക്ക് തോന്നുന്നു ഇന്ദിര ചേച്ചിയാണെന്ന് തോന്നുന്നു അങ്ങനെ ചോദിച്ചത്. ബീനായ്ക്കെല്ലാം ഇടത് കൈയാണോയെന്ന്. അല്ല ചേച്ചി, എനിക്ക് ഇടത് കൈ ഒന്നിനും വശമില്ല കേട്ടോ, വലത് കൈ തന്നെയാണ്. അങ്ങനെ നമ്മുടെ അരപ്പൊക്കെ ഒന്ന് ആവി വന്നപ്പോഴത്തേന് ഞാൻ കടുക് താളിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി വറ്റൽമുളകും ചുമന്നുള്ളിയും കൂടാണ് കറിവേപ്പിലയോട് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇനി നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കണം. ഈ കപ്പ കുഴയ്ക്കുന്ന ഇച്ചിരി പാടാണ്. ഇച്ചിരി ബലം എടുത്ത് വേണം നമുക്ക് കപ്പ കുഴയ്ക്കാൻ വേണ്ടിയില്ലേ. അന്നേരം ഇത് ഇച്ചിരി നല്ലവണ്ണം വെന്ത കപ്പയായിരുന്നു കേട്ടോ. അന്നേരം ഒരുപാട് പാടില്ലായിരുന്നു. അങ്ങനെ കപ്പയൊക്കെ കുഴച്ച് വെച്ചു. പിന്നെ ഞാൻ അവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തു കേട്ടോ. എന്ത് ചെയ്താലും നമ്മുടെ കയ്യിൽ, വീട്ടമ്മമാരുടെ കയ്യിൽ ഒരു തുണി കാണില്ലേ, അന്നേരം അവിടെ അങ്ങ് തുടയ്ക്കും. അങ്ങനെ ഞാൻ തേണ്ട കപ്പയും കുഴച്ച് റെഡിയാക്കിയിട്ടുണ്ട്. നല്ല സൂപ്പർ കപ്പയായിരുന്നു കേട്ടോ. കണ്ടോ, നല്ല കപ്പയും ബീഫ് കറിയൊക്കെ മഴ സമയത്തൊക്കെ കഴിക്കാൻ തോന്നും എല്ലാവർക്കും അല്ലേ. അന്നേരം നമ്മുടെ കപ്പയും ബീഫ് കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചോറൂടെ വേണമല്ലോ. അന്നേരം ഞാൻ ചോറ് റൈസ് കുക്കറിനകത്ത് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ പിന്നെ സമയം പോകും കേട്ടോ നമ്മുടെ അടുപ്പിലൊക്കെ വെച്ച് വരുമ്പോഴത്തേക്ക്. അന്നേരം ഞാൻ റൈസ് കുക്കറിനകത്ത് ചോറ് ഇറക്കി വെച്ച് ഈ മീനിനകത്തുനിന്ന് കുറച്ച് മീനെടുത്ത് വെട്ടിയിട്ട് ഞാൻ വറക്കാനായിട്ട് പോവാണ് കേട്ടോ. അന്നേരം നമ്മുടെ പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് വെളിയിലോട്ട് പോയി ഇരുന്ന് മീൻ വെട്ടാൻ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ അകത്ത് നിന്ന് കുറച്ച് മീനേ എടുത്തിട്ടുള്ളൂ. ബാക്കി എടുത്ത് ഞാനങ്ങ് ഫ്രിഡ്ജിൽ വെക്കുക. വെട്ടാനിരുന്നാൽ എൻ്റെ സമയം മുഴുവൻ പോകും.
എന്നാൽ നമുക്കിനി ഒരു മോരൂടെ കാച്ചണം, മീനും വറക്കണം, പിന്നെ ഒരു തോരനും വെക്കണം കേട്ടോ. അന്നേരം നമ്മുടെ വിരുന്നുകാരൊക്കെ വരുന്നതൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. കാരണം എല്ലാവർക്കും ഒന്നും വീഡിയോയിൽ വരാൻ താല്പര്യം കാണത്തില്ല. അന്നേരം നമുക്ക് നിർബന്ധിച്ച് അവരെ കൊണ്ടുവരാനും പറ്റത്തില്ല. അന്നേരം നമ്മുടെ വീട്ടു ജോലികളാണ് ഞാൻ കാണിക്കുന്നത്. ഇനിയിപ്പം നമ്മുടെ ജോലികളൊക്കെ തീരാറായി. മീനും ഒന്ന് വറക്കാനിടുവാണ്. പിന്നെ നമുക്ക് പെട്ടെന്ന് ഒരു മോര് കാച്ചിയത്, വെളുത്തുള്ളി, ഇഞ്ചി, ചുവന്നുള്ളി, പച്ചമുളക് എല്ലാം കൂടെ എടുത്തിട്ട് കടുക് പൊട്ടിച്ചിട്ട് തേങ്ങ അരയ്ക്കാത്ത നമ്മുടെ സിമ്പിൾ മോര് കറി തന്നെയാണ് കേട്ടോ. അങ്ങനത്തെ മോര് കറിയാണ് ഞാൻ വെക്കുന്നത്. പിന്നെ നമ്മൾ തോരൻ വെക്കുന്നത് ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ഫോണിൻ്റെ ചാർജൊക്കെ തീർന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്കിവിടെ ഭയങ്കര മഴയാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് കറണ്ടും പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇനിയിപ്പോൾ ഞാൻ തോരൻ വെക്കുന്ന വീഡിയോ ഒന്നുമില്ല. അന്നേരം നമ്മുടെ വിരുന്നുകാർക്ക് വേണ്ട ഫുഡൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അന്നേരം ഇത്രയൊക്കെ ഉള്ളൂ, ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല. നമ്മുടെ അടുത്ത ആൾക്കാരാണ് വരുന്നത് കേട്ടോ. അന്നേരം വിരുന്നുകാരെന്നൊന്നും പറയാനില്ല, വീട്ടുകാർ തന്നെയാണ്. നമ്മുടെ മോരൊക്കെ ഇവിടെ കാച്ചി കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ തേങ്ങ അരയ്ക്കാത്ത മോരാണ്. അന്നേരം പുളിയൊക്കെ ഉണ്ട് മോരിന് കേട്ടോ. അന്നേരം നമ്മുടെ മോര് കാച്ചി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മീനെ എടുത്തിട്ടുള്ളായിരുന്നു, അത് ഞാൻ വറുത്തു. പിന്നെ നമ്മുടെ കപ്പയും ഇറച്ചിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അന്നേരം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ കൂട്ടുകാരുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. അന്നേരം പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ടാറ്റാ.